ഹലോ, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം അല്ലേ, മേശപ്പുറത്ത് നിറയെ കുറേ കളർഫുൾ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ. ആദ്യത്തേത് ഈ ഡ്രൈഡ് ഫ്ലവേഴ്സ് ആണ്. ഒരു ബോക്സ് ഡ്രൈഡ് ഫ്ലവേഴ്സ്. ഇതിൽ പല കളർ ഫ്ലവേഴ്സ് ഉണ്ട്. പോരാത്തതിന് കുറച്ച് ലീവ്സും പിന്നെ കുറച്ച് സ്റ്റെംസും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇതിന് 95 റുപ്പീസാണ് ഞാൻ പേ ചെയ്തത്. ഒരു ലോക്കൽ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ഈ ആർട്ടിഫിഷ്യൽ ലീവ്സിൻ്റെ ഒരു ബഞ്ചാണ്. ഇത് ക്രിസ്മസിൻ്റെ ഡെക്കോഴ്സിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതിന് 35 രൂപയേ ഉള്ളൂ ഒരു ബഞ്ച് ലീവ്സിന്. പിന്നെ ഈ ജിപ്സം ലീവ്സാണ്. അതിൻ്റെ വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിച്ചത്. 3 ബഞ്ച് ഈ ജിപ്സം ഫ്ലവേഴ്സ് ഞാൻ വാങ്ങിച്ചു. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് നമുക്കിതിന് കളർ ചെയ്തിട്ട് മറ്റ് പല കളറും ആക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടു കാണും. ഞാൻ അതിൻ്റെ ആർട്ടിഫിഷ്യൽ വാങ്ങിച്ചു. പിന്നെ ഈ ഡിസ്കോ ബോൾസ് ആണ്. ഇതിൽ മൊത്തം 12 ഡിസ്കോ ബോൾസ് ഉണ്ട്. 2 എണ്ണം കുറച്ച് വലുതും പിന്നെ ബാക്കി 10 എണ്ണം കുറച്ച് ചെറിയ സൈസിലുമാണ് വരുന്നത്. ഇത് കുറച്ച് പ്രൈസി ആയിരുന്നു. 145 രൂപയാണ് ഞാൻ ഈ മൊത്തം ബോക്സിന് പേ ചെയ്തത്. പിന്നെ ഈ ത്രെഡ്, കളർഫുൾ ലീവ്സുള്ള ഈ ത്രെഡ് എഗെയിൻ 45 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പച്ച ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കളർഫുൾ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മുടെ പേപ്പർ സ്ട്രിപ്സ് ആണ്. പണ്ട് നിങ്ങളത് ഒരുപാട് കണ്ടുണ്ടാവും. നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കിയിരുന്നു പണ്ട്. ഇപ്പം ഇത് കടയിൽ കണ്ടപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇതും ഒരു പാക്കറ്റ് വാങ്ങിച്ചു. ഇതിന് 30 രൂപയാണ് എനിക്കായത്. അടുത്തത് ഈ പേൾസിൻ്റെ ഒരു ത്രെഡാണ്. കുറേ വലിയ പേൾസും കുറച്ച് ചെറിയ പേൾസും ഇടയിൽ വന്നിട്ട് ഹെയർ ആക്സസറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ. അടുത്തത് ഈ വുഡൻ പീസാണ്. ഇതിന് 40 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് ചെറിയ സൈസാണ്. പിന്നെ ഇതൊരു റിബൺ, 10 രൂപയുടെ ഒരു ഗ്രീൻ കളർ റിബൺ. കുറച്ച് തിന്നാണ് ഈ റിബൺ. ക്രിസ്മസ് ഡെക്കോറിനൊക്കെ ഉപയോഗിക്കാമെന്ന് കരുതി. പിന്നെ ഇത് B7000 ഗ്ലൂ ആണ്. ഇത് വളരെ നല്ലൊരു ഗ്ലൂ ആണ്. ഇതിൻ്റെ ടിപ്പ് കണ്ടോ? ഇതിൻ്റെ ടിപ്പ് വളരെ നാരോ ആയതുകൊണ്ട് ജ്വല്ലറി മേക്കിങ്ങിനും അല്ലാത്ത എന്ത് ക്രാഫ്റ്റിനും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ഇത് പിന്നെ ഒരു ഫ്ലവർ ടേപ്പാണ്. ഫ്ലവറിൻ്റെ തണ്ടിനൊക്കെ ചുറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ടേപ്പാണ്. ഇതും 30 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അടുത്തത് ഇത് കുറച്ച് ഗ്ലിറ്ററാണ്. ഹാർട്ട് ഷേപ്പിലുള്ള ഗോൾഡൻ കളർ ഗ്ലിറ്ററാണ്. ഇതും ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. ഹാർട്ട് ഷേപ്പ് കുറച്ച് യുണീക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ കളറും ആയിരുന്നു. ഓക്കെ, ഇത് ഗ്ലൂഗൺ സ്റ്റിക്കാണ്. ഒരെണ്ണത്തിന് 20 രൂപ. എൻ്റെ അടുത്ത് കുറച്ച് വലിയ ഗ്ലൂഗണ്ണാണ്. അത് കാരണം വലിയ സ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുറച്ച് പേസ്റ്റൽ കളർ പൈപ്പ് ക്ലീനേഴ്സ് ആണ്. ഇത് നോക്കിയാൽ അറിയാം, ഇത് മിക്സ്ഡ് ആണ്. 10 കളറിലുള്ള ഓരോണ്ണം 10 എണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 100 എണ്ണത്തിൻ്റെ. ഇത് പിന്നെ ചെറിയൊരു റത്താണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന് 40 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ക്രിസ്മസിന് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. ഇനി ഇത് അതിൻ്റെ തന്നെ കുറച്ച് വലിയ റത്താണ്. ഇത് ഡോറിലൊക്കെ തൂക്കിയിടാം. എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്ത് ഡോറിൽ തൂക്കിയിടാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി പുറകെ വരുന്നുണ്ട്. ഇനി അടുത്തത് എനിക്കിപ്പോൾ അടുത്ത് വന്ന വലിയൊരു കൊറിയറാണ്. ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഇത് മൊത്തം പൈപ്പ് ക്ലീനേഴ്സ് ആണ്. പല കളറിലുള്ള പൈപ്പ് ക്ലീനേഴ്സ്. ഇതൊരു ഗ്രീൻ മണ്ണാണ്. നല്ല ലീഫിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള പൈപ്പ് ക്ലീനർ. ഇത് കുറച്ച് ഡാർക്ക് റാണി പിങ്ക് പോലെ ഒരു കളറാണ്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് റെഡ് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഇതൊരു പിങ്ക് ആണ്. ഇതൊരു പേസ്റ്റൽ യെല്ലോ ആണ് ഈ കളറ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മെറൂൺ കളറാണ്. ഇതും വളരെ ഭയങ്കര നല്ല കളറാണ്. റോസസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കളറാണ്. അടുത്തതായിട്ട് ഈ പിങ്ക് ആണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഈ സപ്ലൈസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് വെച്ചിട്ടുള്ള കൂടുതൽ ക്രാഫ്റ്റ് ഈ ചാനലിൽ കാണാം. ഇതുപോലത്തെ കുറേ വീഡിയോസും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.